നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട ലേഡീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിക്കും. ഗാർഹിക പീഡന നിരോധന നിയമം ഇനി വരും ക്ലാസ്സിൽ പഠിക്കും. പിന്നെ വിമൻസ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ പറ്റിയെന്ന് തീർക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. അപ്പോ ഇതില് ആദ്യത്തെ പോയിന്റ് ആണ് 1946 ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചു. അപ്പൊ ആദ്യമായിട്ട് സ്ത്രീകൾക്കായിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചത് 1946 കേട്ടോ. ഇനി UN പൊതുസഭ ഈ ഒരു വർഷം നോട്ട് ചെയ്യണേ, 1967 സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ചു. അപ്പൊ UN പൊതുസഭ, യുഎന്റെ ജനറൽ അസംബ്ലി 1967 സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതില് മൗലിക കർത്തവ്യങ്ങളിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതില് ഇയില് പറയുന്നുണ്ട്, സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പറയുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങളിൽ ഈ സ്ത്രീകളെ ആദരിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയണമുണ്ട്. ഓക്കെ. ഇനി സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിവസമാണ് നവംബർ 25. ചോദിക്കാറുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം നവംബർ 25. മെയിനായിട്ട് ചോദിക്കണത് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണെന്നാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 ആണെന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പൊ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. പിന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം നവംബർ 25 പിന്നെ നമ്മൾ പറഞ്ഞു യുഎന്റെ ജനറൽ അസംബ്ലി 1967 സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയാനായിട്ട് വിളംബരം പ്രഖ്യാപിച്ചു. ഇത് 1946 അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 67 ഒന്ന് പഠിക്കാം. പിന്നെ നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ സ്ത്രീകൾ ആദരിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഓക്കെ. ഇനി കുറച്ച് കേസുകളാണ്. ഈ കേസുകളൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ കേസ്, കസ്റ്റഡി പീഡനം തടയുന്നതിന് ആസ്പദമായ നിയമനിർമ്മാണം നടത്താൻ പ്രേരകമായ കേസ് മധുര കേസ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ ഷാബാനു കേസും വിശാഖ കേസുമാണ് മെയിൻ ആയിട്ട് ചോദിച്ചേക്കണത്. അതില് ഷാബാനു കേസിൽ പറയണത്, വിവാഹ ബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ ഒരു കേസാണ് ഷാബാനു കേസ്, 1985 കേസ്. ഈ കേസ് ഏതാണെങ്കിലും പഠിക്കാം. അപ്പൊ ഈ ഷാബാനു കേസ് അനുസരിച്ചാണ് ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകാനായിട്ട് നിയമനിർമ്മാണം നടത്തിയ കേസ്. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. നമ്മുടെ ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് വിശാഖ കേസാണ്. അപ്പൊ വിശാഖ കേസാണ് ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയാനായിട്ടുള്ള നിയമനിർമ്മാണം നടത്താനായിട്ട് അതിന്റെ ആസ്പദമായിട്ടുള്ള കേസ്. പിന്നെ കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനി വനിതകൾക്ക് തുല്യ പിന്തുടർച്ചാവകാശം നടപ്പിലാക്കാൻ ആസ്പദമായ കേസാണ് മേരി റോയ് കേസ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഈ രണ്ട് കേസിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിച്ചത്. 1967 യുഎന്റെ ജനറൽ അസംബ്ലി സ്ത്രീ വിവേചനത്തിന് എതിരെയായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അതിനൊരു വിളംബരം പുറപ്പെടുവിച്ചു. പിന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം നവംബർ 25, അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. പിന്നെ നമ്മൾ പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഷാബാനു കേസ്. പിന്നെ ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായിട്ടുള്ള കേസ് വിശാഖ കേസ്.
ഓക്കെ, ഇനി അടുത്തതാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഹിന്ദു മാരേജ് ആക്ട് ആണ്. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1955 ഹിന്ദു മാരേജ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത്. പറ്റുമെങ്കിൽ ഡേറ്റും കൂടി പഠിക്കുക. 1955 ഹിന്ദു മാരേജ് ആക്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ 1955 ഹിന്ദു മാരേജ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത്. ഇനി ഈ വർഷം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീധന നിരോധന നിയമത്തിന്റെ വർഷമാണ് 1961. 1961 സ്ത്രീധന നിരോധന നിയമം വന്നത്. അതായത് നമുക്കറിയാം, സ്ത്രീധനം കൊടുക്കാനും പാടില്ല, അത് വാങ്ങാനും ഒന്നും പാടില്ലാത്ത ഒരു നിയമമാണെന്ന് നമുക്കറിയാം. അപ്പൊ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിരോധിക്കുന്നതിനായി 1961 പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കി. ഇനി ഈ ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് 1961 മെയ് 20 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന് 1961 ജൂലൈ 1. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്. 1961 ജൂലൈ 1 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ആ സമയത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അപ്പൊ ഹിന്ദു മാരേജ് ആക്ട് 1955 നിലവിൽ വന്നു. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961. ഇനി സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുവാനായി ഉണ്ടാക്കുന്ന കരാറുകൾക്ക് നിയമസാധുത ഉണ്ടായിരിക്കുന്നതല്ല. ശരിയാണ്. നമുക്കറിയാം, സ്ത്രീധനം വാങ്ങാനും പാടില്ല, കൊടുക്കാനും പാടില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കരാറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത്ര രൂപ സ്ത്രീധനം തരാം, അങ്ങനെ എന്തെങ്കിലും കരാറോ അങ്ങനെ എന്തെങ്കിലും എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു നിയമസാധുതയും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയാ. സാധാരണ നമുക്കറിയാലോ, ഒരു കരാർ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാമ്പ് പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ വാലിഡിറ്റി ഉള്ള സാധനം. പക്ഷെ ഈ സാധനത്തിന് സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്ന കരാറുകൾക്കൊന്നും നിയമസാധ്യത ഉണ്ടാവുകയില്ല. 2 വട്ടം ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്, 84 86. അപ്പൊ 1955 ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്. പിന്നെ സ്ത്രീധന നിരോധന നിയമം വന്ന് 1961. ആ സമയത്ത് രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, അടുത്തത്. നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഭാര്യയ്ക്ക് സ്വന്തം അവകാശം എന്ന നിലയ്ക്ക് കിട്ടേണ്ടതായ സ്വത്ത് കൈവശം ലഭിക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ നിയമപരമായ പിന്തുടർച്ചാവകാശിക്ക് സ്വത്തിന്മേൽ അവകാശം ഉണ്ടായിരിക്കും. അതായത് വേറൊന്നുമില്ല, സ്ത്രീധനത്തിന്റെ കേസല്ല ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കണത്. നമ്മൾ നേരത്തെ ഒരു സിറിയൻ ക്രിസ്ത്യാനികൾക്ക് പിന്തുടർച്ചാവകാശം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തന്നെ നമുക്കിപ്പോ ചിലവർക്ക് ഇപ്പൊ വീട്ടില് എന്താ പറയാ, സ്ഥലം പെൺകുട്ടിക്ക് അവകാശം ഉണ്ടാവും. അത് ചിലപ്പോ അവരുടെ പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ കാലശേഷമൊക്കെ ആയിട്ട് അവർക്ക് കിട്ടേണ്ട ഒരു അവകാശമൊക്കെ ഉണ്ടാവും, സ്ഥലമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു മക്കൾ എന്ന നിലയിൽ ഒരു അവകാശമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വത്ത് കൈവശം കിട്ടുന്നതിന് മുന്നേ തന്നെ ആ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ നിയമപരമായ പിന്തുടർച്ചാവകാശി, മേ ബി മക്കളുണ്ടെങ്കിൽ അവർക്ക് ആ സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഭാര്യയ്ക്ക് സ്വന്തം അവകാശം എന്ന നിലയിൽ, ഒരു മക്കൾ എന്നുള്ള രീതിയിൽ, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും മക്കൾ എന്നുള്ള നിലയിൽ ഒരു പിന്തുടർച്ചാവകാശം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടൂലോ. അപ്പൊ ആ അവകാശം കിട്ടുന്നതിന് മുന്നേ ആ സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്തുടർച്ചാവകാശിക്ക് ആ സ്വത്തിമേൽ അവകാശം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവാഹശേഷം 7 വർഷത്തിനുള്ളില് ഭാര്യ അസ്വാഭാവികമായ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് താഴെ പറയും പ്രകാരം വിനിയോഗിക്കേണ്ടതാണ്. അതായത് വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ മരിച്ചതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നൂലാമാലകളുണ്ട്. അതായത് 7 വർഷത്തിനുള്ളത് ചിലപ്പോൾ മേ ബി സ്ത്രീധന പീഡനം കൊണ്ട് മരിച്ചതാവാം, അല്ലെങ്കിൽ ഗാർഹിക പീഡനം കൊണ്ട് മേ ബി മരിച്ചതാവാം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ക്ലോസ് വെച്ചേക്കണത്. അപ്പൊ ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്. വിവാഹശേഷം
7 വർഷത്തിനുള്ളിൽ ഭാര്യ അസ്വാഭാവികമായ സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് മേ ബി സ്ത്രീധനമായിട്ട് കിട്ടിയ ഗോൾഡ് ആയിരിക്കാം, സ്ത്രീധനം എന്ന് നമ്മൾ പറയാൻ പാടില്ല, അവൾക്ക് അവകാശമായി കിട്ടിയ ഗോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു സ്വത്തുകളായിരിക്കാം. അവര് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7 വർഷത്തിനുള്ളിൽ ഒരു കുട്ടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ആ സ്വത്ത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോ കുട്ടികളായിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അത് കിട്ടേണ്ടത്. അപ്പൊ നമുക്കറിയാം, ചിലപ്പോ ആ കുട്ടി മൈനർ ആയിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് മൈനർ ആണെന്നുണ്ടെങ്കിൽ ആ വസ്തു കൈമാറ്റം ചെയ്യുന്നത് വരെ കുട്ടിക്ക് വേണ്ടി ട്രസ്റ്റ് എന്ന നിലയിൽ സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. ആ സ്ത്രീക്ക് ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ ഈ മക്കൾക്കാണ് വന്നു ചേരുക. ഇനിയിപ്പോ 7 വർഷത്തിന് അതിനുള്ളിൽ അസ്വാഭാവിക മരണത്തില് ഭാര്യ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇല്ലെങ്കിൽ അത് ആർക്ക് കിട്ടും? ആ ഭാര്യയുടെ പാരന്റ്സിനായിരിക്കും ആ സ്വത്ത് കിട്ടുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആരും ഒന്നും പറയല്ലോ. ഓക്കെ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരും ഒന്നും പറയണില്ലല്ലോ. ക്ലിയർ അല്ലേ? സ്പീഡ് കൂടണ്ട. ഞാൻ പറയണത് കേൾക്കണില്ലേ? ഓക്കെ, സോറി, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഒരു മിനിറ്റ്. ഓക്കെ, എനിക്ക് ചാറ്റ് ബോക്സ് ഒന്നും വന്നില്ല കേട്ടോ. എന്ത് പറ്റിയാണ്? ഓക്കെ, എടുക്കട്ടെ? ആരെങ്കിലും ഒക്കെ ഉണ്ടാ? എടുത്തോട്ടെ? ഒന്ന് റിപ്ലൈ തരുമോ? എടുത്തോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 7 വർഷത്തിനുള്ളിൽ ഭാര്യ അസ്വാഭാവികമായ സാഹചര്യത്തിൽ മരണപ്പെട്ട അവരുടെ സ്വത്ത് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടും, മക്കളില്ലാന്നുണ്ടെങ്കിൽ അത് ഭാര്യയുടെ പാരന്റ്സിനായിരിക്കും കിട്ടുക. ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അധികാരമുണ്ട്. ആർക്കാണ്? സംസ്ഥാന സർക്കാരുകൾക്ക് സ്ത്രീധന നിരോധനത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കാനായിട്ട് അധികാരമുണ്ട്. അവർ ഈ നിയമം നടപ്പിൽ വ്യക്തികളുടെ പരാതിയിന്മേലോ സാമൂഹിക സേവനം നിർവഹിക്കുന്ന അംഗീകൃത സന്നദ്ധ സംഘടനകളുടെ പരാതിയിലോ പോലീസ് നടപടി പ്രകാരമോ കോടതികൾക്ക് നടപടി സ്വീകരിക്കാം. അതായത് നമുക്കിപ്പോ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിയമ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് പരാതി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വ്യക്തികൾക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സന്നദ്ധ സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാം. അപ്പൊ പോലീസ് നടപടി പ്രകാരമൊക്കെ കോടതികൾക്ക് നടപടി സ്വീകരിക്കാം എന്നാണ് പറയണത്. നമുക്ക് വ്യക്തികൾക്ക് പരാതി കൊടുക്കാം, സന്നദ്ധ സംഘടനകൾക്ക് ഈ പറഞ്ഞ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധി നിന്നുകൊണ്ട് ഈ സ്ത്രീധനത്തിന് എതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നടപടി
ക്ലിയർ അല്ലേ? കേൾക്കണൊക്കെ ഇല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇടയിലിടയിൽ എന്തൊക്കെയോ പ്രശ്നം വന്നു. ഓക്കെ, ഇനി അതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. മുസ്ലിം നിയമം ബാധകമാകുന്ന ആളുകൾക്ക് നൽകുന്ന ഈ മഹറൊക്കെ ഈ സ്ത്രീധനത്തിന്റെ പരിധിയിൽ പെടുന്നില്ല എന്നാണ് പറയണത്. അത് മുസ്ലിം നിയമം ആയതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ ഒരു ക്ലോസ്. ഇനി വിവാഹ സമയത്ത് വധുവിനോ വരനോ നൽകപ്പെടുന്ന സമ്മാനങ്ങളെ സ്ത്രീധനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കല്യാണം കഴിയുമ്പോൾ നമുക്കറിയാം പലരും നമുക്ക് പല ഗിഫ്റ്റുകളും കൊണ്ടുവന്ന് തരും. ചിലവര് ഗോൾഡ് ആയിട്ടൊക്കെ നമുക്ക് ഗിഫ്റ്റ് കല്യാണത്തിന് കൊണ്ടുവന്ന് തരും. അതിനെയൊക്കെ സ്ത്രീധനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ചിലവരിങ്ങനെ കേൾക്കാറുണ്ട്, അങ്ങനെ സ്ത്രീധനത്തിന്റെ അതല്ല, അത് സമ്മാനമായിട്ട് കിട്ടിയതാണെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, സമ്മാനങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ താഴെ പറയുന്ന നിയമങ്ങൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒഴിവ് ലഭിക്കുകയുള്ളൂ. സമ്മാനങ്ങൾ അവകാശമായി ആവശ്യപ്പെട്ടതാകരുത്. അതായത് ഇത്ര ഡിമാൻഡ് ചെയ്തെന്ന് ഇപ്പൊ നമ്മൾ സ്ത്രീധനത്തിന്റെ കേസ് പറയണ പോലെ എന്താ പറയാ, ഈ നിയമത്തിന്റെ ഇതിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇത്രയും കേൾക്കണില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തും കാണുന്നില്ലേ? ഇപ്പൊ ശരിയായ? സ്ക്രീൻ കാണുന്നുണ്ടോ? ക്ലാസ് ഇടയ്ക്ക് കട്ടായി പോകണുണ്ടോ? ഇതെന്താണോ പ്രശ്നം? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ, ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാണ്ട് ഒന്ന് പറഞ്ഞോളൂ കേട്ടാ. ഞാൻ ചിലപ്പോൾ ആ സ്ക്രീനിലാണെങ്കിൽ മറ്റേ ഇതിലാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഇത്രയും ക്ലിയർ ആയോ? ഈ എക്സെപ്ഷൻസ്, സമ്മാനങ്ങള് സ്ത്രീധന നിയമത്തിന് അണ്ടറിൽ വരില്ല എന്ന് പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇത്രയും കിട്ടിയോ? ആദ്യം പറയണോ? നമ്മളിപ്പോ പറഞ്ഞത് അത്രയും ക്ലിയർ ആയോ? ഓക്കെ, അതായത് നമുക്കിപ്പോ വിവാഹ സമയത്ത് കിട്ടിയ സമ്മാനങ്ങൾ സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് പറയുന്നത്. നിയമത്തിൽ അങ്ങനെയാണ് പറയണത്. അപ്പോ പക്ഷെ ഒരു ക്ലോസ് ഉണ്ട്. നമുക്ക് കിട്ടിയ ഈ വിവാഹ സമയത്ത് കിട്ടിയ സമ്മാനങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതി സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് കൊടുക്കുന്ന ആളുടെ സാമ്പത്തിക ശേഷിക്ക് ആനുപാതികമായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ, ഇനി വരനോ ബന്ധുക്കളോ ആവശ്യപ്പെടാതെ തന്നെ നൽകുന്ന പാരമ്പര്യ സ്വഭാവമുള്ള സമ്മാനങ്ങൾ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞ ഈ സ്ത്രീധനം എന്ന് പറയണത് ഇങ്ങനെ വാക്കാല് അല്ലെങ്കിൽ കരാറാല് ഇങ്ങനെ ഒരാളെ ഡിമാൻഡ് ചെയ്ത് ചോദിക്കില്ലേ, ഇത്ര പവൻ കിട്ടണം, അല്ലെങ്കിൽ ഇത്ര ഇന്നൊരു കാർ കിട്ടണം, ഇത്ര സ്വത്ത് സ്ഥലമായിട്ട് കിട്ടണം, അങ്ങനെ ഡിമാൻഡ് ചെയ്ത് ചോദിക്കണതിനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്ത്രീധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വരനോ ബന്ധുക്കളോ ആവശ്യപ്പെടാതെ തന്നെ നൽകുന്നത് പാരമ്പര്യ സ്വഭാവമുള്ള സമ്മാനങ്ങളൊന്നും സ്ത്രീധന നിരോധനത്തിന് നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. അതേപോലെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതും സ്ത്രീധനത്തിന്റെ. ഹലോ, ക്ലിയർ അല്ലേ?
ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. ഇനി സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിനാണ് കേട്ടോ. വേറെ വരുന്നുണ്ട് സ്ത്രീധനം ചോദിക്കണേനൊക്കെ എത്ര രൂപ പിഴയായിട്ട് വരുമെന്ന്. ഇത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം തടവാണ്. ഇനി കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവാണ്. അപ്പൊ കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവ്, കുറഞ്ഞ ശിക്ഷ 7 വർഷം തടവ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷയാണ് കേട്ടോ പറയണത്. ഇനി സെഷൻ 3 പ്രകാരം സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അതിന് പ്രേരണ നൽകുകയോ ചെയ്യുന്നയാൾക്ക് 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയിൽ കുറയാത്തതോ അല്ലെങ്കിൽ സ്ത്രീധനത്തിന് തുല്യമായ തുകയോ ഏതാണ് കൂടുതൽ അത്രയും പിഴയും നൽകണം. ഓക്കെ. അപ്പൊ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ അതിനെന്തെങ്കിലും പ്രേരണയൊക്കെ നൽകുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താ? 5 വർഷത്തിൽ കുറയാത്ത തടവ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5 വർഷത്തിൽ കുറയാത്ത തടവും കിട്ടും. 15,000 രൂപയിൽ കുറയാത്തത് അല്ലെങ്കിൽ സ്ത്രീധനത്തിന് തുല്യമായ തുക ഏതാണോ കൂടുതൽ അത്രയും പിഴയും കിട്ടുന്ന ഒരു ശിക്ഷയാണ് സ്ത്രീധനം കൊടുക്കുക, വാങ്ങുക, അതിന് പ്രേരണ നൽകുക ഒക്കെ ചെയ്യുന്നവർക്ക് കിട്ടുക. ഇനി സെഷൻ 4 പ്രകാരം ഏതെങ്കിലും ആൾ വധുവിന്റെയോ വരന്റെയോ മാതാപിതാക്കളിൽ നിന്നോ രക്ഷാകർത്താക്കളിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ, ചിലപ്പോൾ വല്ല ബ്രോക്കർമാർ വഴിയാവാം, റിലേറ്റീവ്സ് വഴിയായിരിക്കാം, എന്താ പറയാ, നേരിട്ടല്ലാണ്ട് സ്ത്രീധനം ആവശ്യപ്പെടാനോ, ഒന്നെങ്കിൽ നേരിട്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ വേറെ ആൾക്കാർ ത്രൂ സ്ത്രീധനം ആവശ്യപ്പെട്ടാലും 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയും 10,000 രൂപയാകാവുന്ന പിഴ ശിക്ഷയും കിട്ടും. അപ്പൊ ഒരാള് സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വിവാഹത്തിന് വേണ്ടി വിവാഹാലോചന വന്നു കഴിയുമ്പോൾ അവര് സ്ത്രീധനം ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര അതിന് കേസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിൽ കുറയാത്തത് 2 വർഷം വരെ ആവുന്ന തടവും കിട്ടും, 10,000 രൂപ വരെ പിഴയും കിട്ടുന്ന ഒരു ശിക്ഷയാണ് ഈ പറഞ്ഞ സ്ത്രീധനം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ബ്രേക്ക് ഒന്നും ആവണില്ലല്ലോ? അടുത്തേക്ക് എടുക്കട്ടെ? എടുക്കട്ടെ? ഓക്കെ. അപ്പൊ ആ സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്രയാ ശിക്ഷ എന്നൊക്കെ ഒന്ന് പഠിക്കണേ. 6 മാസം 6 മാസത്തിൽ കുറയാത്തത് അല്ലെങ്കിൽ 2 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷ. 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും 10,000 രൂപ വരെ പിഴയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടണ ഫൈൻ. ഇനി അതിന് പ്രേരണ നൽകി അത് ആവശ്യപ്പെട്ട എത്ര ശിക്ഷ, കൊടുത്തോ വാങ്ങുക അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രേരണ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷത്തിൽ കുറയാത്ത തടവും കിട്ടും, 15,000 രൂപ പിഴയോ അല്ലെങ്കിൽ ആ സ്ത്രീധനത്തിന് തുല്യമായ തുക ഏതാണോ കൂടുതൽ അത്രയും തുക പിഴയും കിട്ടണം. ഇനി സെഷൻ 4A പ്രകാരം സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പരസ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി പരസ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൊക്കെ ഈ നമ്മുടെ സിനിമാ നടിമാരും നടന്മാരും ഒക്കെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പരസ്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ എതിരെ കേസെടുക്കാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെ തടവോ 15,000 രൂപ പിഴയോ ലഭിക്കാവുന്നതാണ്. ഓക്കെ. 6 മാസം മുതൽ 5 വർഷം വരെ തടവോ 15,000 രൂപ പിഴയോ ലഭിക്കാം. മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് സ്ത്രീധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ഫൈൻ കിട്ടും, എത്ര മാസം എത്ര നാൾ വരെ തടവ് കിട്ടും എന്നാണ്. ഓക്കെ. ഇനി സെഷൻ 6 പ്രകാരം സ്ത്രീധന സമ്മാനങ്ങളായി ലഭിക്കുന്നവ മറ്റാരെങ്കിലുമാണ് കൈപ്പറ്റുന്നതെങ്കിൽ, അത് വിവാഹത്തിന് മുമ്പാണ് കൈപ്പറ്റുന്നതെങ്കിൽ വിവാഹം കഴിഞ്ഞ തീയതി മുതൽ 3 മാസത്തിനുള്ളിലും, വിവാഹ സമയത്തോ അതിനുശേഷമോ ആണ് കൈപ്പറ്റുന്നതെങ്കിൽ അത് കൈപ്പറ്റി 3 മാസത്തിനുള്ളിലും, കുട്ടി മൈനർ ആണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം 3 മാസത്തിനുള്ളിൽ അവർക്ക് കൈമാറേണ്ടതാണ്. ഓക്കെ.
അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ 6 മാസത്തിൽ കുറയാത്തതും 2 വർഷം വരെ ആകുന്ന തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ക്ലോസ്. അത് ഒന്നുമില്ല, ഈ സ്ത്രീധനത്തിന് കിട്ടണ സ്ത്രീധനായിട്ട് കിട്ടുന്ന സ്ത്രീധന തുക അത് മറ്റാരെങ്കിലും ആണ് കൈപ്പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിവാഹത്തിന് മുമ്പായിരിക്കാം കൈപ്പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ, വിവാഹം കഴിഞ്ഞ തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ. ഇനി വിവാഹ സമയത്തോ അല്ലെങ്കിൽ വിവാഹ ശേഷമാണ് ഈ പറഞ്ഞ സ്ത്രീധന തുക കൈപ്പറ്റിയെന്നുണ്ടെങ്കിൽ ആ അന്നൊട്ട് കൈപ്പറ്റുന്നെങ്കിൽ അത് കൈപ്പറ്റി തൊട്ട് 3 മാസത്തിനുള്ളിലും ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നൊക്കെയാണ് ഈ നിയമത്തിൽ പറയണത്. അല്ലെങ്കിൽ അതിനൊക്കെ ഫൈൻ കിട്ടുമെന്നാണ്. അതായത് സ്ത്രീധനം വാങ്ങാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല. ആവശ്യപ്പെട്ടാലും വാങ്ങിയാലും ഇതിനൊക്കെ തക്കതായ ശിക്ഷയുണ്ട്. അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് സ്ത്രീധന നിരോധന നിയമം പഠിക്കുക, ആ വർഷം പഠിക്കുക, എത്ര വർഷത്തിനുള്ളിൽ ആ സ്വാഭാവിക മരണം നടന്നു കഴിഞ്ഞാലാണ് അത് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട മരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നിയമത്തിന്റെ പരിധിയിൽ വരെ 7 വർഷം ആണ്. 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ മരിച്ച് അസ്വാഭാവിക മരണത്തിന് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ കേസിൽ ഈ പറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ സ്വത്ത് തിരിച്ചു കൊടുക്കണം, കുട്ടികളില്ലെങ്കിൽ അത് മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ആ കുറച്ച് കേസുകൾ നമ്മൾ പറഞ്ഞു, വിശാഖ കേസ് അങ്ങനെയുള്ള കേസുകൾ പറഞ്ഞു. പിന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ടാലും കൊടുത്താലുള്ള ശിക്ഷകൾ പഠിക്കാം. ഓക്കെ, ഇനി സ്ത്രീധനം എന്താണെന്നാണ് പറയണത്. വിവാഹത്തിലെ ഒരു കക്ഷി മറ്റു കക്ഷിക്കോ ഇരു കക്ഷികളിൽ ഒരാളുടെ മാതാപിതാക്കളോ മറ്റേതെങ്കിലും ആളോ വിവാഹിതരാകുന്നവർക്ക് വിവാഹ സമയത്തോ അതിനു മുമ്പായോ അതിനുശേഷമോ വിവാഹാനുബന്ധമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ കൊടുക്കുവാൻ കരാർ ചെയ്യുകയോ ചെയ്യുന്ന വസ്തുവോ മൂല്യമുള്ള ഈടോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ എന്നർത്ഥമാക്കുന്നു. അതൊന്നുമില്ല, നമ്മള് സ്ത്രീധനം എന്ന് പറയണത് നമുക്കറിയാം, നമ്മുടെ ഇവിടത്തെ സിസ്റ്റം അനുസരിച്ച് പെൺവീട്ടുകാര് ആണുങ്ങളുടെ പുരുഷന്മാരുടെ വീട്ടിലേക്കാണ് ഈ പറഞ്ഞ സ്ത്രീധനം കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇത്ര രൂപ തരാം, അല്ലെങ്കിൽ സ്ത്രീധനമായിട്ട് തരാം, ഇതൊക്കെ ഡിമാൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ ഇന്ന കാറ് തരാം, അല്ലെങ്കിൽ ഇത്ര സ്ഥലം തരാം എന്നിങ്ങനെ ഡിമാൻഡ് ചെയ്യണതോ അത് ചോദിക്കണതോ ഒക്കെ ഈ സ്ത്രീധനത്തിന്റെ അണ്ടറിൽ വരും. സെഷൻ 7 ഈ നിയമവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ വിചാരണയെ പറ്റി പ്രതിപാദിക്കുന്നു. ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. സെഷൻ 8 ഈ നിയമത്തിന് കീഴിലുള്ള എല്ലാ കുറ്റങ്ങളും ജാമ്യമില്ലാത്തതാണ്, പിന്നെ അതേപോലെ ഒത്തുതീർപ്പിന് സാധ്യതയുമല്ലാത്തതുമായ കുറ്റകൃത്യങ്ങളാണ്. ഓക്കെ, സെഷൻ 8B സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണെന്ന് പ്രതിപാദിക്കുന്നു. ഇതൊന്ന് നോട്ട് ചെയ്തോൾക്ക്. സ്ത്രീധന നിരോധന നിയമ ഓഫീസർമാരെ നിയമിക്കാനുള്ള അധികാരം അതത് സംസ്ഥാനത്തെ ഗവൺമെന്റിനാണ് കേട്ടോ. സംസ്ഥാന ഗവൺമെന്റ് ആണ് ഓഫീസർമാരുടെ അധികാര പരിധിയൊക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, മറ്റേ സെഷൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഈ പറഞ്ഞ ഈ നിയമം കൊണ്ടുവന്നു, ഈ നിയമത്തിന് കുറച്ച് അധികാരങ്ങളും ചുമതലകളും ഒക്കെ ഉണ്ട്. അതായത് സ്ത്രീധനം വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും പ്രേരിപ്പിക്കുന്നതും ഒക്കെ തടയുക. അപ്പൊ ഈ നിയമം വന്നതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയാൻ സ്ത്രീധനം വാങ്ങുന്നതും ആവശ്യപ്പെടുന്നത് പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ തടയുക, നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയുന്നത് തന്നെയാണ്. സ്ത്രീധന നിരോധന ഓഫീസർമാർക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുവാനും അവരുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന് ഒരു ഉപദേശക സമിതിയെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. ഉപദേശക സമിതിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 5 ആയിരിക്കും. അതിൽ 2 പേർ വനിതകളായിരിക്കും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സെഷൻ 9 പറയണത് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് ഔദ്യോഗിക വിജ്ഞാപനം വഴി നടപ്പിലാക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്നു. ജസ്റ്റ് അറിഞ്ഞാൽ മതി. സെഷൻ 10 ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക വിജ്ഞാപനം വഴി നടപ്പിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്ത്രീധന നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, സ്ത്രീധന നിരോധന നിയമത്തിന്റെ വർഷം പഠിക്കുക, പ്രധാനപ്പെട്ട ഷാബാനു കേസ്, വിശാഖ കേസ് അതൊക്കെ എന്താന്ന് പഠിക്കുക, ഹിന്ദു മാരേജ് ആക്ടിന്റെ വർഷം പഠിക്കുക. പിന്നെ ഈ നിയമം നിലവിൽ വന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ പ്രസിഡന്റ് പഠിക്കുക. പിന്നെ ഈ സ്ത്രീധനം ആവശ്യപ്പെടുക, അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ശിക്ഷകൾ പഠിക്കുക. പിന്നെ ആ 7 വർഷത്തിന്റെ കാര്യം പഠിക്കുക. ഈ എക്സെപ്ഷൻ ഒന്ന് നോക്കി വെക്കുക. സമ്മാനമായിട്ട് കിട്ടുന്നത് ഇതിന്റെ പരിധിയിൽ വരില്ല, പക്ഷെ അതിനുള്ള ലിസ്റ്റ് എഴുതി സൂക്ഷിക്കണം എന്നുള്ള ആ ക്ലോസും കൂടി പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആ ജസ്റ്റ്
സെഷൻ പഠിച്ചില്ലെങ്കിലും അതിനുള്ള ശിക്ഷകളാണ് മെയിൻ ആയിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ കുറച്ച് ചെയ്യുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും ഏതൊക്കെ ഏരിയ എന്നാണ് എങ്ങനെയോ ഒന്നും കൂടി പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്തത് വനിതാ കമ്മീഷൻ എടുക്കട്ടെ. നമ്മള് സംസ്ഥാന തലത്തെയും ദേശീയ തലത്തെയും വനിതാ കമ്മീഷനെ പറ്റിയായിട്ടാ പറയണത്. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ നിയമങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തൽക്കാലം പഠിക്കുക. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയണ സാധനങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോക്കുള്ളൂ. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷനെ പറ്റിയാണ് ഇനി നമ്മൾ പറയണത് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. ഇത് ചോദിക്കാറുണ്ട്. ഇത് ഏത് നിയമപ്രകാരമാണ് നിലവിൽ വന്നത്, ഏത് വർഷത്തെ നിയമപ്രകാരമാണ് വന്നതെന്ന് ചോദിക്കാറുണ്ട്. 90 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് കേട്ടോ വന്നത്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് കേട്ടോ. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1990 ഓഗസ്റ്റ് 30. ഇനി ഈ ഡേറ്റ് പഠിക്കുക. നിയമം നിലവിൽ വന്നത് 1992 ജനുവരി 31. അതായത് ദേശീയ വനിതാ കമ്മീഷന്റെ നിയമം നിലവിൽ വന്നത് 1992 ജനുവരി 31 ഇനി ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇങ്ങനെയുള്ളതിന് ഒരു നിയമം വഴിയാണ് സ്ഥാപിതമായത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. അതായത് നമ്മുടെ ഭരണഘടന എഴുതുന്ന സമയത്ത് വന്ന ഒരു നിയമമൊന്നുമല്ല. പിന്നെ അതേപോലെ ഇതിനിപ്പോ പറയാനാണെങ്കിൽ നമ്മളിപ്പോ പറയണ ആർട്ടിക്കിൾസ് അതൊന്നും ഇതിനുണ്ടാവില്ല. ഓക്കെ, അത് അങ്ങനെയുള്ളതിനെയാണ് ഒരു നിയമം വഴി നിലവിൽ വന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാ. ഇപ്പൊ മൈനോറിറ്റി കമ്മീഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങൾക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ പഠിക്കും. ഓക്കെ, ഇതിനെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്നുകൊണ്ട് ഇതിന് നമുക്ക് ആർട്ടിക്കിൾസ് ഒന്നുമില്ല. ഓക്കെ, സെഷൻസ് അല്ല, ആർട്ടിക്കിൾസ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 6 അംഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 6 അംഗങ്ങളുണ്ട്, ഒരു മെമ്പർ സെക്രട്ടറി. ഇനി ഇതിന്റെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാളെങ്കിലും SC/ST വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്നാണ് പറയുക. അപ്പൊ ദേശീയ വനിതാ കമ്മീഷനിൽ ഒരാളെങ്കിലും SC/ST കേക്കള്ളേ? മാഡം ഒരു ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ എന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ല. അതായത് ഒരു ചെയർപേഴ്സൺ വേണം, 6 മെമ്പേഴ്സ് വേണം. ഇത് മെമ്പർ സെക്രട്ടറി സെപ്പറേറ്റാ നമ്മൾ പറയാ. ഓക്കെ, അപ്പൊ ചെയർപേഴ്സണും ഉൾപ്പെടെ 7 ആൾക്കാരുണ്ടല്ലേ? മൊത്തം 7 ആൾക്കാരാണ്. ഈ മെമ്പർ സെക്രട്ടറിയുടെ കാര്യം നമ്മൾ ചില ഓപ്ഷനിൽ കാണുക ഒരു ചെയർപേഴ്സണും 6 മെമ്പേഴ്സ് എന്നാണ് കാണുക. ചിലതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഒരു ചെയർപേഴ്സൺ 6 മെമ്പേഴ്സ് ഒരു മെമ്പർ സെക്രട്ടറി എന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മെമ്പേഴ്സ് എന്നാണ് പറയുക. മറ്റേത് മെമ്പർ സെക്രട്ടറി സെപ്പറേറ്റ് ഒരു പോസ്റ്റ് പോലെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഹലോ, ചോദിച്ചാൽ ക്ലിയർ ആയോ? മെമ്പർ സെക്രട്ടറി ഒരു പ്രത്യേക പോസ്റ്റ് ആണ്. അത് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഒരു ചെയർപേഴ്സൺ 6 അംഗങ്ങളുണ്ട്. 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. ക്ലിയർ അല്ലേ?
പിന്നെ ഒരു മെമ്പറും മെമ്പർ സെക്രട്ടറി. 6 ആ അപ്പൊ അത് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതാനാണ് പറയാൻ പറ്റുള്ളൂ. 7 മെമ്പേഴ്സിന് അങ്ങനെ കൊടുക്കാറില്ല. ഒരു ചെയർപേഴ്സൺ പ്ലസ് 6 മെമ്പേഴ്സിനാണ് കൊടുക്കാറ്. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി സെപ്പറേറ്റ് പറയാറുണ്ട്. അത് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ നിയമം നിലവിൽ വന്നത് 1992 ജനുവരി 31 പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ 6 അംഗങ്ങളെ കൂടാതെ 6 അംഗങ്ങൾ എന്നൂടെ ഉദ്ദേശിക്കുന്നത് ഈ 6 അംഗങ്ങളുടെ കാര്യമായിട്ടാ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. ഓക്കെ. ഈ 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. ഇതായിരിക്കും ചോദിച്ചല്ലേ 6 അംഗങ്ങളുള്ളത്. സോറി, ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. ഇനി ഇത് എപ്പോഴും ചോദിക്കണതാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കണതാണ്. അലോക് റാവത്ത് കേട്ടാ. ഈ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ഇദ്ദേഹത്തിന്റെ പേര് ഒരുപാട് വട്ടം PH റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാന്ന് ചോദിക്കാറുണ്ട്. അലോക് റാവത്ത് കേട്ടാ. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ക്ലിയർ ആയി. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ പ്ലസ് 1 മെമ്പർ സെക്രട്ടറി എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ. ഇനി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കേട്ടോ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ അംഗങ്ങളുടെ കാലാവധി. പിന്നെ അംഗമായ ആദ്യത്തെ പുരുഷ അംഗം അലോക് റാവത്ത്. ഇനി ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നിലവിലെ അധ്യക്ഷയുടെ പേരൊക്കെ ചോദിക്കാറുണ്ട്. അത് കൂടാണ്ട് എപ്പോഴും ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ദേശീയ എല്ലാ നമ്മളിപ്പോ പഠിക്കാൻ പോണ ഓരോ കമ്മീഷന്റെ, അതിപ്പോ ഏത് കമ്മീഷന്റെ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ആദ്യത്തെ ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ, അതും അങ്ങനെയൊക്കെയുള്ള കമ്മീഷനുകളുടെ ആദ്യത്തെ അധ്യക്ഷന്റെ പേരും നിലവിലെ അധ്യക്ഷന്റെ പേരും എപ്പോഴും പഠിക്കണം കേട്ടോ. അതിപ്പോ സംസ്ഥാനത്തിന്റെയും പഠിക്കണം, ദേശീയ തലത്തിലുള്ളതും പഠിക്കണം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. ഇനി ഈ ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം. ആ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? കേന്ദ്ര സർക്കാരിന്. ഇനി ഇപ്പോഴത്തെ അധ്യക്ഷയുടെ പേര് വിജയ് കിഷോർ എന്നാണ്. പിന്നെ ഇത് ഞാൻ ഒന്നും കൂടി പറയാത്തത് ഇനിയിപ്പോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോ ദേശീയ വനിതാ കമ്മീഷനിലെ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ഇനി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. കേന്ദ്ര സർക്കാരിനാണ് ഇവര് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. നിങ്ങൾ കുറെ കമ്മീഷൻ പഠിക്കുമ്പോൾ ഇത് കൺഫ്യൂഷനോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. രാഷ്ട്രപതി എന്ന് എന്തായാലും രാഷ്ട്രപതിയും പ്രധാനമന്ത്രി എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? ആരൊന്നും പറയണില്ലല്ലോ. ഓക്കെ. ഇനി വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചവർ. ഇത് ജസ്റ്റ് പഠിച്ചാൽ നല്ലതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് കയറി വരാവുന്ന കാര്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കാത്തവർ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ഒന്ന് വായിച്ചു നോക്കാം. ഇതിൽ ജയന്തി പട്നായിക് ഫസ്റ്റത്തെ ആളായതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഗിരിജ വ്യാസ് ഇമ്പോർട്ടന്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. ലളിത കുമാരമംഗലം ചോദിക്കാറുണ്ട്, ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്. രേഖ ശർമ്മ കഴിഞ്ഞ ടേമിലെ ആളായിരുന്നുകൊണ്ട് അതും ചോദിക്കാറുണ്ട്. അങ്ങനെ ഇതൊക്കെ ഓപ്ഷനിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ജയന്തി പട്നായിക് ആദ്യത്തെ ആള്, പിന്നെ വി മോഹനഗിരിയാണ്. ചിലപ്പോ ആദ്യത്തെ 3 പേരുടെ ഓർഡർ ഒക്കെ ചോദിക്കാറുണ്ട്. വിഭ പാർത്ഥസാരഥി, അതേപോലെ പൂർണിമ അദ്വാനി, മമത ശർമ്മ ഒക്കെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചവരാണ്. ഇനി ആദ്യത്തെ മെമ്പർ സെക്രട്ടറി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വനിതാ കമ്മീഷന് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടത്. ആദ്യത്തെ ആളുടെ പേരാണ് ഉമാ പിള്ള. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗിരിജ വ്യാസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഈ ഗിരിജ വ്യാസിന്റെ പ്രത്യേകത 2 തവണയാണ് ഈ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചത്. ഓക്കെ. അപ്പൊ 2 തവണ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജ വ്യാസ് കേട്ടോ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. നിർഭയ ഭവൻ, ഡൽഹി.
ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. നമ്മൾ പലതിനും പഠിക്കും. അപ്പൊ ചിലയിടത്ത് രാഷ്ട്രപതിക്കായിരിക്കും നീക്കം ചെയ്യാൻ അധികാരമൊക്കെ ഉണ്ടാവുക. അപ്പൊ പക്ഷെ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിന്. പ്രസിദ്ധീകരണം. ഈ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ഇമ്പോർട്ടന്റ് ആട്ടാ, ചോദിച്ചിട്ടുണ്ട്. വെബ് പോർട്ടൽ നാരി, നാരിയേക്കാളും ഇമ്പോർട്ടന്റ് രാഷ്ട്രമഹിളയാണ്. കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. ഇത് രണ്ടും ചോദിക്കാറുണ്ട്. രാഷ്ട്രമഹിളയും ചോദിക്കാറുണ്ട്, സ്ത്രീ ശക്തിയും ചോദിക്കാറുണ്ട്. കൂടുതൽ ചോദിച്ചു കണ്ടാണ് രാഷ്ട്രമഹിളയാണ്. ഓക്കെ, അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു 1992. ഈ നിയമം നിലവിൽ വന്നത് 92 ജനുവരി 31. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. പിന്നെ ഇതില് ആദ്യത്തെ പുരുഷ അംഗം അലോക് റാവത്ത് ആണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആണ് ആദ്യത്തെ അധ്യക്ഷ. റിപ്പോർട്ട് അവര് എല്ലാ വർഷവും സമർപ്പിക്കും. അത് കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുക. ഈ എക്സാം എടുക്കുമ്പോൾ പുതിയ കമ്മീഷന്റെ അധ്യക്ഷ ആരാന്നൊക്കെ നോക്കിയിട്ട് പൊക്കോളൂ. ഇപ്പൊ വിജയ് കിഷോറാണ്. ഓക്കെ, അപ്പൊ വനിതാ കമ്മീഷനിൽ അധ്യക്ഷ പദവി വഹിച്ച 2 പ്രാവശ്യം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയാണ് ഗിരിജ വ്യാസ്. പിന്നെ ആസ്ഥാനം നിർഭയ ഭവൻ ഡൽഹി. പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ക്ലിയർ അല്ലേ? ഇതില് ഒരു പോയിന്റ് പോലും വിടാനില്ല കേട്ടോ. പിന്നെ 90-ലെ നിയമപ്രകാരമാണ് നിലവിൽ വന്നത്. ഓക്കെ, കട്ട് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഇനി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സാഹചര്യങ്ങൾ. തമിഴ് പണ്ട് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, പാപ്പരായിട്ട് പ്രഖ്യാപിച്ചാലും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ കുറച്ച് വേറെ ഒരു എക്സ്ട്രാ കുറച്ച് കണ്ടീഷൻസും കൂടി വരുന്നുണ്ട്. ഒന്ന്, ചുമതല നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളിൽ. ഓക്കെ, ചുമതല നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവരെ നീക്കം ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ, അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഇനി അവിമുക്ത നിർധന, അതായത് നമ്മൾ നേരത്തെ ബാക്കിയുള്ളതിനൊക്കെ പറയണ പോലെ പാപ്പരായി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. മറ്റേതൊക്കെ എല്ലാത്തിനും കോമൺ ആണ്. മതിയായ ലീവ് എടുക്കാതെ കമ്മീഷന്റെ തുടർച്ചയായ 3 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന. എത്ര യോഗങ്ങൾ എന്നെടുത്ത് ചോദിക്കാറുണ്ട്. തുടർച്ചയായിട്ടുള്ള 3 യോഗങ്ങളിൽ മതിയായിട്ട് ലീവ് എടുക്കാതെ പങ്കെടുക്കാതിരുന്നാലും നീക്കം ചെയ്യാൻ പറ്റും. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ അംഗങ്ങളെ പദവി നീക്കം ചെയ്യാനായിട്ട് ഒന്ന് വിസമ്മതിക്കുന്ന സാഹചര്യത്തില്, പിന്നെ ഇത് നിർവഹിക്കാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യത്തില്, പിന്നെ പാപ്പരായി കഴിഞ്ഞാൽ, പിന്നെ 3 യോഗങ്ങളിൽ അടുപ്പിച്ച് പങ്കെടുക്കാതിരുന്ന. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് അന്നന്ന് പഠിച്ചു പോണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അംഗങ്ങൾ ആർക്കാണ് ഈ പറഞ്ഞ വരെ മാറ്റുക, ഇതൊക്കെ പല കമ്മീഷനുകൾ വരുമ്പോ സംശയം വരും കേട്ടോ. സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാരും മെയിനായിട്ട് ഈ വനിതാ കമ്മീഷന്റെ ചുമതലയാണ് ഈ പറയണത്. സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കേണ്ട നടപടികളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നൽകുക. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാർഗനിർദ്ദേശം കൊടുക്കണത് ഇവരുടെ ഒരു ജോലിയാണ്. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള സ്ത്രീ സമൂഹത്തിന്റെ ചുമതലകൾ, അതിന്റെ പുരോഗതി, വികസനത്തിനുള്ള പുരോഗതിയൊക്കെ വിലയിരുത്തുക. ഓക്കെ, അടുത്തത് സ്ത്രീകളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വീകരിക്കേണ്ട നടപടികളുമായി അത് തന്നെ മെയിനായിട്ട് ഈ മാർഗനിർദ്ദേശം കൊടുക്കുക തന്നെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള സ്ത്രീ സമൂഹത്തിന്റെ വികസനത്തിലുള്ള പുരോഗതിയൊക്കെ വിലയിരുത്താം. പിന്നെ അടുത്തത് സ്ത്രീകളെ തടവിൽ പാർപ്പിക്കുന്നതോ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതോ ആയ സ്ഥലങ്ങൾ, ജയില്, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ പരിശോധിച്ച് ആവശ്യമെന്ന് കണ്ടാൽ പരിഹാര നടപടികൾക്കായി അധികാരികളെ വിവരം ധരിപ്പിക്കാം. നമുക്കറിയാം
ഇപ്പൊ സ്ത്രീകളെ തടവില് പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത സ്ഥലങ്ങള് അങ്ങനെയുള്ളതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര നടപടികൾ ധരിപ്പിക്കുക എന്നൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇപ്പൊ ഒരു പെൺകുട്ടീനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോ അവിടെ ഒരു ലേഡി ഓഫീസർ വേണമെന്ന് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യമല്ല, അതേപോലെ സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഓരോന്ന് മാർഗനിർദ്ദേശം കൊടുക്കുക തന്നെ. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും സർക്കാരിന് ആനുകാലിക റിപ്പോർട്ട് സമർപ്പിക്കുക. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളോ വിവേചനങ്ങളോ ആയി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ച് പ്രശ്നങ്ങളൊക്കെ പഠിക്കുക, അന്വേഷണം നടത്തുക. അന്വേഷണം നടത്താനും പരിഹാരം നിർദ്ദേശിക്കാനും മാത്രമേ ഇവർക്ക് അധികാരമുള്ളൂ കേട്ടോ. ഇവയ്ക്ക് അന്വേഷണം നടത്താം, പരിഹാരമൊക്കെ നിർദ്ദേശിക്കാം, വേറെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടെന്ന് പറയണതിന്റെ കാരണം അന്വേഷിക്കാനും അതിനൊക്കെ ഇതുണ്ട്. ഒരു ശിക്ഷ കൊടുക്കാനുള്ള ഒരു ഇത് ഇതിൽ പറയണില്ല. ഓക്കെ, അതുകൊണ്ടാണ് സിവിൽ കോടതിയുടെ അധികാരമൊക്കെ ഉണ്ടെന്നൊക്കെ പറയണത്. അന്വേഷിക്കാം, കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ മാർഗനിർദ്ദേശമൊക്കെ കൊടുക്കാം, ഏത് രേഖ കണ്ടെത്താം, ഹാജരാക്കാം, അതിനൊക്കെ അധികാരമുണ്ട്. പിന്നെ സത്യവാങ്മൂലത്തിന്മേൽ തെളിവുകൾ സ്വീകരിക്കാൻ അധികാരമുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് അതൊരു സിവിൽ കോടതി ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് പറയാ. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ പൊതുരേഖയോ അതിന്റെ പകർപ്പോ ആവശ്യപ്പെടുന്നതിനുള്ള അധികാരം. ഒക്കെ തെളിവെടുക്കാം, ഏത് രേഖ കണ്ടെത്താം, ഹാജരാക്കാനൊക്കെ അധികാരമുണ്ട്. പിന്നെ ഓഫീസിൽ നിന്നോ പൊതുരേഖയിൽ നിന്നോ പകർപ്പ് അവകാശമൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? വലിയ അധികാരമല്ല, ചെറിയ അധികാരങ്ങളൊക്കെ ഉണ്ട്. ഇത് പഠിക്കണം. സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടെന്ന് ഉള്ള ഒരു വാക്ക് പഠിക്കുക കേട്ടോ. സാക്ഷികളുടെ വിസ്താരത്തിനും രേഖകൾ പരിശോധിക്കാൻ അധികാരമുണ്ട്. ഇന്ത്യയുടെ ഏതു ഭാഗത്തു നിന്നും വ്യക്തിയെ വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനും വിശദീകരണം തേടാനും ഉള്ള അധികാരമുണ്ട്. നിങ്ങൾ ചില സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, കണ്ടിട്ടുണ്ടാവും വനിതാ കമ്മീഷന് വിളിച്ചു വരുത്തണതൊക്കെ. ഇനി അടുത്തതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. നമുക്കറിയണ കാര്യമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് അന്നത്തെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് കേട്ടോ. ആരുടെ കാലത്താണ്? ഞാൻ ലാസ്റ്റ് വായിക്കാം. KR ഗൗരിയമ്മ, VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരുടെ പരിശ്രമത്തിലൂടെയാണ്. ഓക്കെ, ഇനി കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 91 കേരള വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. 90 കേന്ദ്രത്തിൽ വന്നത്, അവിടെ 90 നിയമപ്രകാരം. കേരളത്തിൽ വന്നത് 91 വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. പക്ഷെ വനിതാ കമ്മീഷന്റെ നിയമം നിലവിൽ വന്നത് 95. ഒരു കമ്മീഷനായിട്ട് ഫോം ചെയ്യണത് 95 ഡിസംബർ 1 കേട്ടോ. ഓക്കെ, പക്ഷെ ഈ 91 വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് 95 നിലവിൽ വരണത്. 2 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതായത് ഇതെന്ന് പറയണത് അതിന്റെ നിയമമാണ് നിലവിൽ വരണത്. വനിതാ കമ്മീഷന്റെ നിയമം നിലവിൽ വന്നു. അത് ഈ പറഞ്ഞ കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായി 91 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നമ്മുടെ ലൈഫ്, നമ്മുടെ ഡെയിലി ലിവിംഗ് ഈ ഡേറ്റ് ആണ് എന്തായാലും പഠിക്കേണ്ടത്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96 മാർച്ച് 14. ഈ ബാക്കി പറയണ ഈ പറഞ്ഞ ഡേറ്റ് എന്ന് പറയണത് വനിതാ കമ്മീഷന്റെ നിയമമാണ് ഈ 95 ഡിസംബർ 1. ഈ 91 ഇതിനെപ്പറ്റി ഒക്കെ സത്യം പറഞ്ഞ നിയമമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വനിതാ കമ്മീഷനായിട്ട് നിലവിൽ വരാനായിട്ട് ഒരു നിയമം വന്നത് 95 ഡിസംബർ 1. ഈ നിയമം അനുസരിച്ച് 96 മാർച്ച് 14 കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. 96 മാർച്ച് 14. ഇനി ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത് കേട്ടോ. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ. അവിടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത് കേട്ടോ. ഇനി അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. അവിടെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ 6 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ആണെങ്കിൽ ഇവിടെ 5 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷനോട് കൂടി ആലോചിച്ച് തീരുമാനിക്കണം. ഇമ്പോർട്ടന്റ് ആട്ടാ. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷനോട് കൂടി ആലോചിച്ചാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ മെമ്പർ സെക്രട്ടറി ഒഴികെ
പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം സംസ്ഥാന സർക്കാരിനാണ്. പിന്നെ റിപ്പോർട്ട് എല്ലാ കൊല്ലവും കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിനാണ്. കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആവണില്ലേ? ഓക്കെ. അപ്പൊ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന് 96 മാർച്ച് 14 ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു റിപ്പോർട്ട് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. പിന്നെ ഒരു ചെയർപേഴ്സണും 5 അതായത് ഒരു ചെയർപേഴ്സൺ പ്ലസ് 4 മെമ്പേഴ്സ് ആണ്. അങ്ങനെ ടോട്ടൽ 5 അംഗങ്ങൾ. 5 അംഗങ്ങളെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. 5 വർഷമാണ് കാലാവധി. ഇനി നമ്മൾ പറയാൻ പോണത് കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ് കേട്ടോ. രണ്ടാമത് ഡി ശ്രീദേവിയാണ്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. പ്രഥമ അധ്യക്ഷയുടെ പേരും ചോദിക്കാറുണ്ട്, രണ്ടാമത്തെ അധ്യക്ഷയുടെ പേരും ചോദിക്കാറുണ്ട്. ഡി ശ്രീദേവി. ഇപ്പൊ പി സതീദേവിയാണ് കേട്ടോ. പി സതീദേവി ശ്രീദേവിയും തമ്മിൽ മാറിപ്പോരുത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് വനിതാ കമ്മീഷന്റെ. ഇതിലെ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ആയിട്ട് വനിതാ കമ്മീഷന്റെ ഡേറ്റ് പഠിക്കാം. പിന്നെ 91 കേരള വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. പിന്നെ ഗൗരിയമ്മയുടെ അന്നത്തെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു ഗൗരിയമ്മ. പിന്നെ 5 വർഷമാണ് കാലാവധി. 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇതിന്റെ ആൻസർ പറയണേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ ആൻസർ പറയണേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കണം കേട്ടോ. ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയാം. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 ശരിയോ തെറ്റോ? സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാ? 96 ഡേറ്റ് അറിഞ്ഞു പറഞ്ഞേ. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് മാർച്ച് 14 കേട്ടാ. ഓക്കെ. അപ്പൊ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. അടുത്ത സ്റ്റേറ്റ്മെന്റ് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു. ആരായിരുന്നു ആദ്യത്തെ അധ്യക്ഷ? ബാലാമണി അമ്മയാണോ? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു. ശരിയോ തെറ്റോ? ബാക്കിയുള്ളവർ ആൻസർ പറഞ്ഞേ. ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം അതിന്റെ അധ്യക്ഷ ആരായിരുന്നു? ഗൗരിയമ്മയല്ല, സുഗതകുമാരിയാണ്. ഈ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. അതായത് ഈ ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞത് ആ സമയത്താണ് ഈ പറഞ്ഞ നിയമമൊക്കെ നിലവിൽ വന്നേ എന്നുള്ള രീതിയിലാണ് ഗൗരിയമ്മയുടെ പേര് പറഞ്ഞത് കേട്ടോ. ഈ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് അന്നത്തെ ഈ നിയമം വരാൻ കാരണം അന്നത്തെ ഗൗരിയമ്മയൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയത്താണെന്നാണ് പറഞ്ഞത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ് കേട്ടോ. രണ്ടാമത്തെ അധ്യക്ഷ ആരാ? രണ്ടാമത്തെ അധ്യക്ഷയുടെ പേര് ഓർമ്മയുണ്ടോ? ഡി ശ്രീദേവി കേട്ടോ. ഓക്കെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവി ആയിരുന്നു. അത് ശരിയാണ്. ഇപ്പൊ പി സതീദേവി ആണല്ലോ. ഇപ്പൊ ഇതില് താഴെ പറയുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ.
പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഒരു അസിസ്റ്റന്റ് കമ്പൈലറിൽ ചോദിച്ചതാണ്. ആരാ ആദ്യത്തെ അധ്യക്ഷ? കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ? കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാ? സുഗതകുമാരി. അടുത്ത ക്വസ്റ്റ്യന്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യാൻ സാധിക്കുക? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ചുമതലകൾ നിർവഹിക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളിൽ. ശരിയോ തെറ്റോ? ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ. ശരിയോ തെറ്റോ? ശരിയാണ്. ഓക്കെ. അടുത്തത്, ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തി ഇല്ലാത്ത സാഹചര്യങ്ങൾ. ശരിയോ തെറ്റോ? പ്രാപ്തി ഇല്ലെങ്കിൽ. ഓക്കെ, അതും ശരിയാണ്. അടുത്തത്, അവിമുക്ത നിർധനനാകുന്ന സാഹചര്യത്തിൽ. നിർധനനാകുന്ന സമയത്ത്. അത് ശരിയാണ്. പാപ്പരായിന്ന് കണ്ടാലും ഓപ്ഷൻ ശരിയാണ് കേട്ടോ. അടുത്തത്, കമ്മീഷന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന. ശരിയോ തെറ്റോ? കമ്മീഷന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന. ട്രൂ ആണോ തെറ്റാണോ? കമ്മീഷന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് കേട്ടോ. അത് തെറ്റാണ്. കാര്യം കമ്മീഷന്റെ ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുത്തില്ല എന്നതിന്റെ പേരിൽ പുറത്താക്കില്ല. അടുപ്പിച്ച് ഒരു 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിലാണ് പുറത്താക്കണത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം. ആദ്യത്തെ പുരുഷ അംഗത്തിന്റെ പേരറിയോ? അലോക് റാവത്ത് കേട്ടോ. അലോക് റാവത്ത് 2 പ്രാവശ്യം ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ ആളാരാ? 2 പ്രാവശ്യം. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ വ്യക്തി. വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗിരിജ വ്യാസ് കേട്ടോ. ഗിരിജ വ്യാസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നിർത്താം. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിന്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നതിൽ ശരിയായ ഉത്തരാണ് പറയേണ്ടത്. കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്താ തോന്നണേ? കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ശരിയാണ്. ഇനി അടുത്തത്, കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടിക വർഗത്തിൽ നിന്നുള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ശരിയോ തെറ്റോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ശരിയാണ്. നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണത്. കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. ശരിയാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇതിൽ 65 വയസ്സ് കൊടുത്തിട്ടില്ല. പക്ഷെ ഓപ്ഷനനുസരിച്ച് മേൽപ്പറഞ്ഞ 3 ഉത്തരങ്ങൾ ശരിയെന്ന് കൊടുക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് നിർത്താം.